ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്കൊരു ചേമ്പ് മെഴുക്ക് വരട്ടി തയ്യാറാക്കാം. അതിനായിട്ടുള്ള ചേമ്പ് ദേ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ള ചേമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ചേമ്പൊന്ന് വേവിക്കാനായി വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിത് കുക്കറിൽ വെച്ചും വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലിൽ നമുക്കിത് വെന്ത് കിട്ടും. അത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ പാകം നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊന്നും കളയുന്നില്ല. ഇതിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും അതുപോലെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ എരിവ് കുറച്ച് അധികം ഉണ്ടെങ്കിലാണ് കേട്ടോ അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ നല്ല എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ചേമ്പിലേക്ക് ഈ എരിവൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ചേമ്പൊട്ടും ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കുഴഞ്ഞു പോകാതെ ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇത് കഞ്ഞിയുടെ കൂടെയും അതുപോലെ നല്ല മധുരമുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചേമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.